CJ റോയി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ശതകോടീശ്വരനാണ്. അദ്ദേഹം ബാംഗ്ലൂരിലെ അദ്ദേഹം മരിച്ച ഓഫീസ്, അത് സ്ലൊവാക്യയിലെ കോൺസുലേറ്റ് ഓഫീസ് എന്നും കൂടിയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ. ആ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ ഓഫീസിൽ 3 മാസമായി CCTV പ്രവർത്തിക്കുന്നില്ല. ഈ 3 മാസമായി CJ റോയി മരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ പരിശോധനകൾക്കൊക്കെയായി വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം വരട്ടെ, മറ്റാരുടെയെങ്കിലും വിരലടയാളം ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു ശതകോടീശ്വരൻ്റെ ഒരു ഓഫീസിൽ ഈ CCTV കംപ്ലൈൻ്റ് ആയിട്ടും അത് നന്നാക്കാൻ ശ്രമിക്കും? അത് എന്താ, ആരെങ്കിലും വന്നു പോയാൽ അത് കാണരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾ നടന്നാൽ അത് ഇതിലുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും? മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെച്ചതായിരിക്കുമോ? ഈ CJ റോയി എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പടവുകൾ ചവിട്ടി കയറി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയ വ്യക്തി, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത്ര ക്ലിയർ അല്ല. ചില ചതിവുകളുടെയും ചില വഞ്ചനകളുടെയും ഒക്കെ കഥകൾ കൂടിയുണ്ട്. ഈ CJ റോയി റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് പച്ച പിടിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നാണ് എൻ്റെ പേര്. ആ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ചെയ്ത് പ്രവർത്തിച്ചതിന് ശേഷം അവിടുത്തെ മാനേജർ തസ്തികയിലോ മറ്റോ ആണ് ജോലി ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുകാർ ഈ CJ റോയിയുടെ കഴിവുകൾ കണ്ട്, അദ്ദേഹത്തിന് കഴിവുകളുണ്ടായിരുന്നു, കഴിവുകൾ കണ്ട് അദ്ദേഹത്തെ ഒരു പാർട്ണറാക്കി മാറ്റി. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിനപ്പുറത്തേക്ക് വളരാനും ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തളർത്താനും CJ റോയി ചില കാര്യങ്ങൾ നടത്തുന്നതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഇരുവരും തമ്മിൽ ആ ബന്ധം പിരിഞ്ഞു. ആ പിരിഞ്ഞ സമയത്ത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ നിരവധി ആസ്തികൾ ഈ CJ റോയിയുടെ കയ്യിലേക്ക് എത്തി. അപ്പോഴേക്കും CJ റോയി സ്വാഭാവികമായിട്ടും തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൂടെ വൻതോതിൽ പണം കുമിഞ്ഞുകൂടുകയും വലിയൊരു കോടീശ്വരനായിട്ട്, ഇപ്പം തന്നെ പറഞ്ഞ പോലെ ശതകോടീശ്വരനായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ 2019 മുതൽ CJ റോയിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉയർന്നിരുന്നു. അങ്ങനെ പരാതി ഉയർന്നതിൻ്റെ ഫലമായിട്ട് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ ഇതൊക്കെ തന്നെ പരിശോധിക്കാനായിട്ട് ഒരു നീക്കം നടത്തി. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ ഇതുൾപ്പെടെയുള്ള 6 കമ്പനികളെ നിരീക്ഷണത്തിലാക്കി. ഈ 6 കമ്പനികളിൽ ഈ CJ റോയിയുടെ കമ്പനി ഉൾപ്പെടെ 4 കമ്പനികളിൽ പരിശോധന നടത്താനായിട്ട് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഒരു 6 വർഷമായി റോയിയുടെ പിറകെ ഉണ്ട്. അപ്പൊ ഇത്രയും നാളായിട്ട് ഉണ്ടായതിന് പിറകെയാണ് ഈ ഡിസംബർ മാസം ഏതാണ്ട് 3-ാം തീയതിയോടുകൂടി കേരളത്തിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ റെയ്ഡ് നടത്തുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ബംഗളൂരുവിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ഒരുപക്ഷെ ഈ റോയിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ എത്തുന്നു. പിന്നീട് അടുത്ത മാസം വീണ്ടും ഡിസംബർ അവസാനം, പിന്നെ ജനുവരി ആദ്യം, ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ് എത്തുന്നതെങ്കിലും ഇത് ചോർന്ന് കിട്ടാൻ വലിയ താമസമൊന്നുമില്ല, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വഴി ചോർന്ന് കിട്ടാം. അപ്പോൾ ഈ റോയിയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം എന്താണെന്ന് വെച്ചാൽ CCTV അവിടെ പ്രവർത്തനരഹിതമാക്കി വെച്ചിരിക്കാം. അത് എല്ലായ്പ്പോഴും ആവണമെന്നില്ല. ചില മണിക്കൂറുകൾ ഓഫ് ചെയ്ത് വെക്കാം, ചില മണിക്കൂറുകൾ പ്രവർത്തിക്കാം. ഇപ്പം നമ്മൾ ഓഫീസ് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ഓഫീസിൽ CCTVകൾ പ്രവർത്തിക്കാം. അതിനുശേഷം ഹാർഡ് ഡിസ്കിലെ ദൃശ്യങ്ങൾ നമുക്ക് കോപ്പി ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് മാറ്റുകയോ ചെയ്യാം. അങ്ങനെ സംഭവിച്ചുകൂടെ? അത്തരം ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം സാങ്കേതിക വിദ്യയുടെ കാര്യമാണ്, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഒരു സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. റോയി കരുതി കൂട്ടി തന്നെയാണ് അത് ഓഫ് ആക്കിയത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരു ഭയം റോയിക്ക് ഉണ്ടായിരിക്കാം. അത് ഒരു സംഭവമല്ലേ. റോയി സുപ്രധാനമായ വിവരങ്ങൾ, അത് ഡിജിറ്റൽ രേഖകളല്ലേ പുതിയ കാലത്ത്, അത് ചിലപ്പോൾ പെൻഡ്രൈവിലോ ചിലപ്പോൾ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ ഒക്കെ മാറ്റിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരിക്കാം. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഇവർ പിന്നാലെ കൂടുകയാണെങ്കിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കാം. സാധാരണഗതിയിൽ ഈ ആദായ നികുതി വകുപ്പ് ഒരു റെയ്ഡ് നടത്തിയാൽ വൻതോതിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പിഴ ഈടാക്കുക ചെയ്യുന്നത്. അതായത് മൊത്തം സർക്കാരിനെ വെട്ടിച്ച പണം എത്രയാണോ അത് സർക്കാരിലേക്ക് അടയ്ക്കണം. അതിൻ്റെ 40% വരെ 50% വരെ കൂട്ടിക്കോ, അത്രയും കൂടെ പിഴ ഈടാക്കാം. ഇത്രയും ശതകോടീശ്വരനായ CJ റോയെ സംബന്ധിച്ച് അതൊരു നിസ്സാര തുക മാത്രമേ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ അതല്ല കാരണം, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ച് കാലമായിട്ട് CJ റോയുടെ കമ്പനി ഉൾപ്പെടെ 4 കമ്പനികളെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അന്വേഷണ ഏജൻസികൾ റഡാറിൽ നിർത്തിയത്? 6 കമ്പനികൾ ഉണ്ടായിട്ടും ഈ 4 കമ്പനികളിലേക്ക് ആദ്യം അന്വേഷണം എത്തി. മറ്റു 3 കമ്പനികളുടെ അന്വേഷണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ സ്ഥാപനങ്ങളുടെ ഉടമകൾ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനോ ഒന്നും ശ്രമിച്ചില്ല? അപ്പോൾ ഇവിടെ സംശയത്തിന് ഇട നൽകുന്ന രീതിയിൽ CJ റോയുടെ ഗ്രൂപ്പ് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂചനകളിലേക്ക് പോലും അത് വിരൽ ചൂണ്ടുന്നു. പേടിക്കേണ്ട കാര്യമല്ലേ?
തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിലെ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഇപ്പൊ ദുബായിലാണ് ഇദ്ദേഹം സ്ഥിര താമസമെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇന്ത്യയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അല്ലെ. ബാംഗ്ലൂരാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം. ഇദ്ദേഹം ഇന്ത്യൻ പൗരനാണ് ഇപ്പോഴും. ഇന്ത്യൻ പൗരത്വം ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല, ഇന്ത്യൻ പൗരനാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ നമുക്കറിയാം, ഈ കർഷക സമരമൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യയെ തകർക്കാനായി രാജ്യദ്രോഹ പണം ഇവിടെ ഒഴുകിയെത്തി പല അക്കൗണ്ടുകളിൽ നിന്ന് അന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു. ഇ ഡി അല്ലേ എന്ന് കണ്ടെത്തിയിരുന്നത്. ഈ ഖാലിസ്ഥാൻവാദികൾ നമ്മുടെ ചെങ്കോട്ടയിൽ കയറി പതാകയൊക്കെ ഉയർത്താന്നു. അപ്പൊ അത്രമാത്രം ഈ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് ഒരു സമയത്ത് പിടിമുറുക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. എങ്ങനെയും ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ അവർ ഏത് രീതിയിലുള്ള കളികളും കളിച്ചു. പിന്നീട് ഈ പല ബിസിനസ്സുകാരെയും ഇവർ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് സാമ്പത്തികമായി ഇവരെ ഫണ്ടുകൾ കൊടുക്കുക, പിന്നീട് ഈ പിടിക്കപ്പെടുമെന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെയെന്നാണ് പറയുന്നത്. പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ നിങ്ങൾ സ്വയം മരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തോടെ ഞങ്ങൾ ഇല്ലാതാക്കും. ഈ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണ്. കാരണം ബിസിനസ്സുകാരാണ്, എന്നിട്ട് ഇവരാരും ഒരിക്കലും പിടിക്കപ്പെടില്ല. ഇ ഡി ഒക്കെ വന്ന് അന്വേഷിച്ചാലും ഇത്തരം ചില ഫണ്ടിങ്ങിലേക്കോ ഇടപാടുകളിലേക്കോ ഒന്നും നീങ്ങില്ല എന്നൊക്കെയാണ് ഈ പല ബിസിനസ്സുകാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലരുടെ നീക്കങ്ങൾ എപ്പോഴും ഈ സർക്കാരുകൾ നിരീക്ഷിക്കും. അത്തരത്തിലുള്ള ഒരാളാണ് റോയിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ലോവാക്യ എന്ന് പറയുന്ന, അങ്ങനെയല്ല എന്റെ പേര്, സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായി വളരെ നയതന്ത്രപരമായി വലിയ രീതിയിൽ അടുപ്പമുള്ള ഒരു രാജ്യമല്ല. ഈ സ്ലോവാക്യയിൽ മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതൊക്കെ വല്ലാത്ത ഒരു രീതിയിൽ അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു രാജ്യമാണ് ഈ സ്ലോവാക്യ എന്ന് പറയുന്നത്. ഈ സ്ലോവാക്യയിലെ ഒരു കോൺസിൽ പദവി റോയി വാങ്ങിയത് പണം കൊടുത്തിട്ടാണ് എന്നാണ് പറയുന്നത്. $2 ലക്ഷം ഇദ്ദേഹത്തിന് ശമ്പളമായി കിട്ടുന്നത്. ഇതിന്റെ ഓഫീസാണ് ബാംഗ്ലൂരിലുള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ മെയിൻ ഓഫീസിന്റെ കൂടെ ഈ ഓഫീസും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺസിൽ ഇതുവഴി ഇദ്ദേഹത്തിന് ആകെ ഉള്ള ഇതുവഴി വേറെ ഒരു ഉപയോഗവും ഇദ്ദേഹത്തിനില്ല. കാരണം ഇന്ത്യയിൽ തന്നെ പല രാജ്യങ്ങളിലും ഇതുപോലെ കോൺസിൽ പദവി എടുക്കുന്ന പലരുമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നയതന്ത്ര ചാനലുകൾ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴി നമുക്ക് വേണമെങ്കിൽ ആയുധക്കടത്ത് നടത്താം, മനുഷ്യക്കടത്ത് നടത്താം, പിന്നെ മയക്കുമരുന്ന് കടത്ത് നടത്താം, നികുതി വെട്ടിക്കാം, പണം വെളുപ്പിക്കാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അതായത് രാജ്യവിരുദ്ധമായ പല പ്രവർത്തനങ്ങളും ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി നടത്താം എന്നുള്ളതാണ്. ഇപ്പൊ കാരണം ഈ യൂറോപ്യൻ കുറ്റാന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയിലുള്ള ഏജൻസികൾക്ക് റോയിയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ 2019 മുതൽ റോയിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റോയി ജീവൻ വെടിഞ്ഞു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ഈ സ്ലോവാക്യ എന്നല്ലേ ചെക്കോസ്ലോവാക്യ, അങ്ങനെയാണ് രാജ്യം. ആ ചെക്കോസ്ലോവാക്യ രണ്ടായിട്ട് പിരിഞ്ഞതാണ് സ്ലോവാക്യയും ചെക്ക് റിപ്പബ്ലിക്കായിട്ട് മാറിയത്. ഈ സ്ലോവാക്യയിൽ ആകെ 55,000 വരെ ഉള്ളൂ. അവരിലേറിയ പങ്കും ഈ പറയുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവർ, മയക്കുമരുന്ന് നടത്തുന്നവർ, അതല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റായ മാർഗങ്ങളിലൂടെ ആയുധ കച്ചവടവും മറ്റും നടത്തി ജീവിക്കുന്നവർ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ കോൺസിൽ പദവി നേടിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് തൻ്റെതായ ചില കാര്യങ്ങൾ, ആകെ സ്വന്തം കാറിൽ കോൺസിലാണെന്നുള്ള ബോർഡ് വെക്കാം, പിന്നെ ഈ പറയുന്ന പോലെ നയതന്ത്ര ചാനൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. അങ്ങനെയുള്ള 2-3 കൗൺസിൽമാരിൽ ഒരാൾ മാത്രമാണ് റോയി. ആ കൗൺസിലിന്റെ ഓഫീസ് റോയിയുടെ യഥാർത്ഥ കമ്പനിയുടെ ആസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് തന്നെ പറഞ്ഞതുപോലെ ഈ 3 മാസമായിട്ട് ഈ CCTV ദൃശ്യങ്ങൾ അല്ലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തത്. അങ്ങനെ ഒരു കൗൺസിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ അത് പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. എന്നിട്ട് പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ദുരൂഹതകൾ കൂടിക്കൂടി വരികയാണ്. സാധാരണഗതിയിൽ ഒരു ഓഫീസിൽ പോലും ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു ഓഫീസിൽ CCTV ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതിന്റെ മേലധികാരികൾ സ്വാഭാവികമായിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്തവരോട് ചോദിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ചുമതലയുള്ള സെക്യൂരിറ്റി ജീവനക്കാരോട്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കും എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഉടൻ അത് നന്നാക്കും. 1 മാസത്തിനപ്പുറത്തേക്ക് ഒരു കമ്പനിയില്ല. അപ്പോൾ ശതകോടീശ്വരനായ CJ റോയിയുടെ കമ്പനിയിൽ 3 മാസമായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ആ ഓഫീസിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ അവിടെ അന്വേഷിക്കാൻ, പരിശോധിക്കാൻ വരുമെന്ന് ഇവർക്ക് കൃത്യമായ ധാരണയുണ്ടായി. ഇനി കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മാസം മുതൽ ഈ ജനുവരി അവസാനം വരെയുള്ള ദിവസങ്ങളിൽ പലതവണയായിട്ട് ഈ അന്വേഷണ സംഘം വന്നു. അപ്പോൾ 3 മാസമായിട്ട് ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് നന്നാക്കാതിരുന്നത്. അങ്ങനെ നന്നാക്കിയിരുന്നുവെങ്കിൽ ഈ റോയിയുടെ ഓഫീസിൽ നിന്ന് ഫയലോ മറ്റ് സാധനങ്ങളോ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടാം. ഇനി ഇവർ ആ ഓഫീസിൽ തന്നെ എന്തെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ വ്യക്തികൾ വന്നു പോകുന്നുണ്ടോ, ഇവിടെ നിന്ന് ചർച്ചകൾ നടത്തുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അതൊന്നും തന്നെ കിട്ടാൻ പാടില്ല. ഈ രീതിയിലായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഈ തനിക്ക് പ്രശ്നമൊന്നുമില്ല, തനിക്ക് പ്രഷർ ഇല്ല എന്നൊക്കെ തന്നെ റോയിൽ
എഴുതി ഒപ്പിട്ടതിന് ശേഷവും ചില നിർണായകമായ വിവരങ്ങൾ റോയിയോട് ചോദിച്ചറിയുന്നു. അതുകൊണ്ടാണ് രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ റോയിയെ ഇപ്പോൾ പിടികൂടി, അല്ലെങ്കിൽ റോയിക്കെതിരെ അന്വേഷണം വന്നത്. അപ്പോൾ ആ രാജ്യാന്തര ഏജൻസികൾ ചെറിയൊരു തെളിവ് കിട്ടിയാലൊന്നും നമ്മുടെ രാജ്യത്തിന് ഇത് പകർന്നു കൊടുക്കില്ല. കൃത്യമായ വിവരങ്ങളും തെളിവുകളും കിട്ടുകയും അത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും ആയിരിക്കാം ചെയ്തത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചെയ്യൽ റോയി ആകെ ഉലഞ്ഞുപോയി. ആ ഉലച്ചിലിൽ നിന്ന് ഒരുപക്ഷെ തനിക്ക് രക്ഷ നേടാൻ കഴിയില്ല എന്ന് റോയി ഒരുപക്ഷെ ചിന്തിച്ചെങ്കിലോ? തീർച്ചയായിട്ടും അങ്ങനെ ഈ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ റോയിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നല്ലേ കരുതേണ്ടത്. അപ്പൊ അത്തരത്തിൽ പുറത്തു വരാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ പിന്നെ എന്താ ഇടപാടുകൾ, ദുരൂഹതകളൊക്കെയുള്ള ആളുകൾ അവിടെ വന്നു പോയിട്ടുണ്ട്, ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ റോയി ഒരു കൊടും ക്രിമിനൽ ആണെന്ന് പറയേണ്ടി വരും. തള്ളി പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.